ഞങ്ങൾ ഫണ്ട് ശേഖരിച്ചിട്ടുണ്ട്. 100 വീട് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ്. അത് 100 അല്ല 101 വീട് ഞങ്ങൾ കൃത്യമായി നിർമ്മിച്ച് നൽകിയിരിക്കും. അതിന് ഗവൺമെൻറ്റിന് കൊടുത്തോ സ്വന്തമായി ചെയ്തോ ഞങ്ങൾ ചെയ്തിരിക്കുക. അതിനകത്ത് ഒരു അവ്യക്തതയില്ല, ഒരു ആക്ഷേപവും ഒരു ഭാഗത്തുനിന്ന് ഒരാളും ഉയർത്തിയിട്ടില്ല. ആവശ്യമില്ലാത്ത ചോദ്യമാണ് ഞങ്ങൾ. എനിക്കൊരു എമൗണ്ട് അറിയത്തില്ല, ഞാൻ വേണ്ട ഇപ്പം ചോദിച്ചിട്ട് KPC ചോദിച്ചിട്ട് പറഞ്ഞു. ഇപ്പം തന്നെ പറയണോ? ഇച്ചിരി കഴിഞ്ഞ് പറഞ്ഞാൽ മതിയോ? ഇപ്പം തന്നെ പറയണോ? പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ KPC പ്രസിഡന്റിനെ വിളിക്കണോ? അല്ല, അങ്ങനെ നിർബന്ധിക്കരുത്. അങ്ങനെ നിർബന്ധം പിടിക്കരുത്. ഇല്ല, ഞാൻ പറയാം. താങ്കളോട് ചോദിച്ചു ഞാൻ പറയാം. അല്ല, ഞാൻ ട്രഷറല്ല KPCയുടെ. ഞാൻ അടുത്ത പത്രസമ്മേളനത്തിൽ താങ്കളോട് പറയാം. അല്ല, പുരോഗതി വിലയിരുത്തിയിട്ട് അടുത്ത പത്രസമ്മേളനത്തിൽ പറയാം. അല്ല, അടുത്ത പത്രസമ്മേളനത്തിൽ താങ്കൾക്ക് ഞാൻ പ്രത്യേകമായി ബൈറ്റ് തരാം. പുരോഗതി വിലയിരുത്തിയിട്ട്. പുരോഗതിയുണ്ട്, അധോഗതി ഇല്ല, പുരോഗതിയാണ്. അതെല്ലാം ഞാൻ വിലയിരുത്തിയിട്ട് താങ്കൾക്ക് ഞാൻ ബൈറ്റ് തരാം. എല്ലാം ഞാൻ തരാമെന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ട് തരാം. അല്ല, ഇന്നലെ എന്നോട് പറഞ്ഞതേ അതായത് ചോദിച്ചിട്ട് ഞാൻ വരത്തുള്ളായിരുന്നു. ഞാൻ ഇന്നലെ പത്രസമ്മേളനം പറഞ്ഞതാ. എന്നോട് അല്ല, ഈ വിവരങ്ങളൊക്കെ ഡീറ്റെയിൽസ് വേണ്ടല്ലേ? ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പല്ലത്. ഞാൻ KPCC കൈകാര്യം ചെയ്യുന്നത് കൊല്ലം ജില്ലയുടെ സംഘടനാ ചുമതലയും പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സംഘടനാ ചുമതലയും സൗദി അറേബ്യയിലെ OICCയുടെ സംഘടനാ ചുമതലയാണ്. ഇത് മൂന്നാണ് എൻ്റെ നേരിട്ട് നിയന്ത്രണത്തിൽ വരുന്നത്. മറ്റെല്ലാ കാര്യത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലില്ല. അത് അത്രേ ഉള്ള ഉത്തരം. എന്നാ പറ, ഞാൻ എന്താ ഉത്തരം പറയണം? അങ്ങേക്ക് തൃപ്തിപ്പെടാൻ ഞാൻ എന്ത് ഉത്തരം പറയണം? ഏത് ഉത്തരം പറയേണ്ടത് പറഞ്ഞാൽ അതിന് പറയാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് തരാം. എൻ്റെ കയ്യിലില്ല. അത് ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്ത ഡിപ്പാർട്ട്മെൻ്റ് അല്ല അത്. അതുകൊണ്ട് ഡീറ്റെയിൽസ് എൻ്റെ കൈവശം ഇപ്പോൾ ഇല്ല. ഞാൻ അതിനുവേണ്ടി അല്ല ഇവിടെ വന്നത്. അതുകൊണ്ട് ശേഖരിച്ചത്.